തിരുവിഴ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ സ്കൂൾ കലോത്സവത്തിന് തുടക്കമായി. സബരിയ 2025 എന്ന പേരിൽ സംഘടിപ്പിച്ച സ്കൂൾ കലോത്സവം പ്രശസ്ത സിനിമാ താരം സുധീർ സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു. തിരുവിഴ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ കുട്ടികളുടെ സ്കൂൾ കലോത്സവം സബരിയ 2025 തുടക്കമായി. പ്രശസ്ത സിനിമാ താരവും വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ സുധീർ സുകുമാരൻ കലോത്സവം ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസത്തോടൊപ്പം കലാകായിക പ്രവൃത്തി പരിചയ പരിശീലനങ്ങൾ വിദ്യാലയങ്ങൾ നടത്തുന്നത് കുട്ടികളുടെ വ്യത്യസ്തങ്ങളായ കഴിവുകളെ വികസിപ്പിക്കുന്നതിന് ഉപകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. PTA പ്രസിഡന്റ് രാജേഷ് കുമാർ P അധ്യക്ഷത വഹിച്ചു. വാർഡംഗം സീമാ ദിലീപ് മുഖ്യപ്രഭാഷണം നടത്തി. PTA വൈസ് പ്രസിഡന്റ് രാധാകൃഷ്ണപിള്ള, SMC വൈസ് ചെയർപേഴ്സൺ മൃദുല, MPTA പ്രസിഡന്റ് അനുപമ കൃഷ്ണൻ, സ്കൂൾ പ്രഥമാധ്യാപകൻ ജോൺ ബോസ്കോ PA, കവിത VV, സജീഷ് കുമാർ KS, വിനീത് V പ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു. എല്ലാ മത്സരങ്ങളിലും എല്ലാ കലാപരിപാടിയിലും പങ്കെടുക്കണം കേട്ടോ. എല്ലാവർക്കും സമ്മാനം കിട്ടിയെന്നിരിക്കില്ല, പക്ഷേ നമ്മൾ പങ്കെടുക്കുക എന്നുള്ളത് വലിയ കാര്യമാണ്. ഇവിടെ നാടകം ഇവിടെ ഞാൻ ആദ്യമായിട്ട് ഒരു പ്രസന്ന വേഷ മത്സരത്തിന് പങ്കെടുക്കുന്ന ഇവിടെ ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു. അവിടെ ആയിരുന്നു സ്റ്റേജ്. നമ്മുടെ ആ സ്റ്റേജ് അങ്ങേറ്റായിരുന്നു. അവിടെ ആ സ്റ്റേജിൽ താടിയൊക്കെ വെച്ച് എൻ്റെ എത്രാമത്തെ വയസ്സിലാണ്, ആ 7ാമത്തെ 8ാമത്തെ വയസ്സിൽ ഞാൻ പറഞ്ഞ ഡയലോഗ് ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. ഹറാം പറഞ്ഞ ഹമുക്കുകളെ വന്നാൽ കൊന്നുകളെ ഞാനൊരു ഇക്കാന്റെ വേഷമൊക്കെ ഇട്ട് താടിയൊക്കെ വെച്ച് അന്ന് എനിക്കായിരുന്നു അതിനകത്ത് ഫസ്റ്റ് പ്രൈസ്. അപ്പൊ അതാണ് എൻ്റെ ഈ യുദ്ധത്തിൽ നിന്നാണ് ഞാൻ എൻ്റെ സിനിമാ ജീവിതം, കലാജീവിതം, അന്ന് എൻ്റെ അമ്മാവാണ് എന്നെ വേഷം കെട്ടിച്ച് അവിടെ കൊണ്ട് ആ ക്യാരക്ടർ ചെയ്യിച്ചത്. ഞാനൊരു ചെറിയ കലാകാരനാണ്, ഇനി എത്താൻ ആഗ്രഹിക്കുന്നു. അതുപോലെ നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുക, ഒരു മലയോളം ആഗ്രഹിക്കുക. അപ്പൊ നമുക്കൊരു കുന്നോളം കിട്ടും കേട്ടോ. നല്ലോണം പഠിക്കാൻ കേട്ടോ നിങ്ങളെല്ലാവരും. ഏതായാലും ഇവിടുത്തെ പ്രിൻസിപ്പൽ ജോൺ ബോസ്കോ സാറിന് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ എനിക്കിവിടെ വരാൻ പറ്റിയല്ലോ എന്നുള്ളൊരു ഭാഗ്യം എനിക്കുണ്ട്. പിന്നെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും എനിക്ക് അറിയുന്നവരാണ്. നമ്മുടെ ഇവിടെ മുമ്പത്തെ അധ്യാപകൻ, നമ്മുടെ വാർഡ് മെമ്പർ എല്ലാവരും ഉണ്ട്. എല്ലാവരുടെ പേരെടുത്ത് പറയാൻ എനിക്ക് കിട്ടില്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഉഴപ്പി കളയുന്നത്. ഏതായാലും ഇന്ന് എൻ്റെ അമ്മയാണ് എനിക്ക് തോന്നുന്നത് അത്യാവശ്യം കുസൃതിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നിങ്ങളൊക്കെ ഒന്നുമില്ലായിരുന്നു കേട്ടോ. നിങ്ങളൊക്കെ കുസൃതിയാണോ? ഇവിടെ അല്ലെന്നൊക്കെ ഓക്കെ. അപ്പൊ എൻ്റെ അമ്മയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരുന്നത്. ഞാൻ ദിവസം അമ്മയെ വിളിച്ചുകൊണ്ടിരുന്ന പറയും. അപ്പൊ എന്നെക്കാളും കൂടുതൽ വന്നുകൊണ്ടിരുന്നത് എൻ്റെ അമ്മയാണ്.